ഈ വ്യാജ കേൾക്കാമല്ലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഈ വ്യാജ ക്ലെയിമുകളെ സംബന്ധിച്ച് ഇപ്പോൾ മാത്രമല്ല, ഈ തിരുവനന്തപുരമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ നാട്ടിലൊരു സ്ഥിതി മനസ്സിലാക്കേണ്ടത്, കേരളം, തമിഴ്നാട്, കർണാടക ആൻഡ് ആസാം, ഈ 4 സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ ഇൻഷുറൻസ്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ നിന്നും ഏതാണ്ട് 100 രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭ്യമാകുമ്പോൾ അതിൽ നിന്നും 240 രൂപ വരെ ക്ലെയിം കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ കേരളത്തിലുണ്ട്. അപ്പൊ കേരളം, ഞാൻ പറയാം, കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് ഇതൊന്നും ധരിക്കാൻ വേണ്ടിയല്ല. കേരളം, തമിഴ്നാട്, കർണാടക ആൻഡ് ആസാം, ഈ 4 സ്റ്റേറ്റുകൾ, ഇന്ത്യയിലെ ബാക്കിയുള്ള 24 സ്റ്റേറ്റുകളെ മാറ്റി നിർത്തുമ്പോഴും ഈ 4 സ്റ്റേറ്റുകളിൽ ഇത് വ്യാപകമായി ക്ലെയിം കൂടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ആ വസ്തുതയ്ക്ക് 2 കാരണങ്ങളുണ്ട്. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, കേരളം ഒരു ഇൻഷുറൻസ് അവയർനെസ്സിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ ഇൻഷുറൻസ് അവയർനെസ് ഇവിടെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാലും ഇതിനെല്ലാം ക്ലെയിം കിട്ടും എന്നൊരു ധാരണ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെയാണ് പലപ്പോഴും പോലീസിലെ ഒരു വിഭാഗവും, മുമ്പേ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ച പോലെ അത് ഡോക്ടർമാരും കൂടി നടത്തുന്ന ഒരു ഏർപ്പാട്. അതിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല്, ചിലപ്പോഴെല്ലാം നമ്മളിങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ പോലീസിൽ ഡയറക്റ്റ് ചെയ്യുന്ന പോലീസ് കേസ് എടുക്കാറില്ല. അതിന് പകരം അവർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കോടതിയിൽ നിന്ന് ഒരു CMB അയക്കും. കോടതിയിൽ നിന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് ഇന്ന പോലെ സോ അപകടം സംഭവിച്ചു, അതുകൊണ്ട് കേസ് എടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങ് FIR ഇടും. അതാണ് അതിന്റെ ഒരു നടപടിക്രമം തന്നെ. ആ FIR ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇത് അന്വേഷിച്ച് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അത് റെഫർ ചെയ്തുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കപ്പെടാം. പക്ഷെ പലപ്പോഴും ഇതിന്റെ പുറകിൽ ആരും പോകുന്നില്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട റാക്കറ്റുകൾ ചിലരെ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഭാഗമായി മാറാറുണ്ട്. അതിൽ പോലീസ് ഉൾപ്പെടെയുള്ള പലരും ഇതിന്റെ ഒരു ഭാഗമാകുന്നു. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അതിന്റെ ഭാഗമാകുന്നു. അതിനോടൊപ്പം തന്നെ ഇതിനെ എല്ലാം ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിഭാഗം അഡ്വക്കേറ്റ്മാരും എന്ത് വന്നാലും ക്ലെയിം വാങ്ങിത്തരാം എന്നുള്ള രൂപത്തിലേക്ക് അഡ്വക്കേറ്റ്മാരും ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1988 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ളത്. അത് ഇരുചക്ര വാഹനം മുതൽ മോട്ടാർ ഘടിപ്പിച്ച ഏതൊരു വാഹനവും പൊതുനിരത്തുകളിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇത് മസ്റ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ പൂർണ്ണമായിട്ടും നിർബന്ധ ഇൻഷുറൻസ് എന്ന രൂപത്തിലേക്ക് പറയുന്നത്. ബാക്കി ഒന്നും നിർബന്ധിതമായിട്ടുള്ള ഇൻഷുറൻസ് അല്ല. ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഒരു വാഹനം, ഒരാൾ ഓടിക്കുന്ന വാഹനം മറ്റൊരാളിനെ ചെന്ന് ഇടിക്കുകയും അയാൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഒരു ഡെത്ത് സംഭവിക്കുകയോ ചെയ്താൽ, അയാൾക്ക് കോടതി നൽകുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരാണ് നിയമപ്രകാരം. ആ നിയമത്തിന്റെ ബലത്തിലെയാണ് ഇവിടെ പൂർണ്ണമായും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വസ്തുത. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കേരളം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ വലിയ തരത്തിലുള്ള ക്ലെയിം, അത് നമ്മുടെ നാട്ടിന് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇന്ത്യയിലെ മറ്റു ഏത് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും കേരളത്തിൽ അത് മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു കാരണം കൂടി നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ പിന്നിൽ ഇത്തരം റാക്കറ്റുകൾ, അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം വാങ്ങിച്ചെടുക്കാനുള്ള ഗൂഢമായ സംഘങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് അസംയുക്തമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ട വസ്തുതയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശരി. അപ്പൊ ഇതിൽ ഇരയായി വരുന്ന മനുഷ്യർ മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഈ രംഗത്ത് ഞങ്ങളെ പോലെയുള്ളവർ ഇൻഷുറൻസ് ഏജന്റുമാർ എന്ന നിലയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, ഞങ്ങൾ ചെയ്ത ഇൻഷുറൻസിൽ നിന്നാണ് ക്ലെയിം കൂടുതൽ രൂപപ്പെടുന്നതെന്ന് കമ്പനി പറയും. ആ കമ്പനി ക്ലെയിം കൂടുതൽ, നിങ്ങളുടെ ഇൻഷുറൻസിന് കൂടുതൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന മറ്റ് ആനുകൂല്യങ്ങളോ, അല്ലെങ്കിൽ കമ്പനി തന്നെ അവരെ ഡീബാർ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഇൻഷുറൻസിനെ, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കൊണ്ടുവരുന്ന ആ നടപടികളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലേക്ക് കമ്പനികൾ നീങ്ങാറുണ്ട്. അതിന്റെ ഒരു കാരണം തന്നെ ഇതാണ്. കാരണം ക്ലെയിം കൂടുതൽ വരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത എന്നിപ്പോ മനസ്സിലാക്കുകയാണ്. യെസ്. അഡ്വക്കേറ്റ് കൊല്ലങ്കോട് രവീന്ദ്രൻ നായർ, താങ്കൾ സൂചിപ്പിച്ച് കാണും, അതായത് ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ ഒരു അഭിഭാഷകനാണ്. അയാളാണ് ഈ നിയമത്തിന്റെ പഴുതുകൾ, അല്ലെ ഈ സാധ്യതകളെല്ലാം തേടിപ്പോകുന്നത്. യെസ്.
അഭിഭാഷകൻ കാട്ടാക്കട സതീഷ് കുമാർ ഇപ്പം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കാട്ടാക്കട സതീഷ് കുമാർ, താങ്കൾക്കെതിരെയാണ് വലിയ ആക്ഷേപം ഉയരുന്നത്. താങ്കൾ അഭിഭാഷകനായി നിന്നുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നിരവധിയായി വന്നു. ഇതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പരാതി. കോടതിയിൽ ഈ ഒരു ഹർജി വരികയും നിങ്ങൾക്കെതിരെ വലിയ ആക്ഷേപമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹലോ.